ഗസയിലെ ഹമാസ് വിരുദ്ധ സംഘത്തിന്റെ തലവനും ഇസ്രായേലി ചാരനുമായിരുന്ന യാസർ അബൂ ഷബാബ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഗസ മുനമ്പിലേക്ക് പ്രവേശിക്കുന്ന സഹായ വിതരണ ട്രക്കുകൾ ഉൾപ്പെടെ കൊള്ളയടിച്ച് അതിനു പിന്നിൽ ഹമാസ് ആണെന്ന് വരുത്തി തീർക്കാൻ ഇസ്രായേലിനെ സഹായിച്ചിരുന്നയാളാണ് അബൂ ഷബാബ് മിലീഷ്യയുടെ തലവനായിരുന്ന യാസർ അബൂ ഷബാബ്. ഇസ്രായേലി മാധ്യമങ്ങളാണ് ഇയാളുടെ മരണവാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന്റെ അനുചരനായിരുന്ന യാസർ അബൂ ഷബാബ് ആരാണ്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹമാസിന്റെ ആക്രമണത്തിലല്ല, മറിച്ച് ഗസയിൽ നടന്ന ആഭ്യന്തര സംഘർഷത്തിലാണ് സയനിസ്റ്റുകളുടെ ഉറ്റതോഴനായിരുന്ന യാസർ അബൂ ഷബാബ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. ജെറുസലേം പോസ്റ്റ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ പരിക്കേറ്റ അബൂ ഷബാബിനെ തെക്കൻ ഇസ്രായേലിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആരാണ് അബൂ ഷബാബ് എന്ന് ചോദിച്ചാൽ, ഫലസ്തീനികളെ ഉപയോഗിച്ച് ഗസയ്ക്കുള്ളിൽ നിന്ന് തന്നെ ആഭ്യന്തര കലഹമുണ്ടാക്കാനും ഹമാസിന്റെ പ്രതിച്ഛായ തകർക്കാനുമൊക്കെ ഇസ്രായേലികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാൾ എന്ന് പറയുന്നതാകും ശരി. 100-ലധികം അംഗബലമുള്ള പോപ്പുലർ ഫോഴ്സസ് എന്ന ഗസയിലെ സംഘത്തെ നയിച്ചിരുന്നത് അബൂ ഷബാബ് ആയിരുന്നു. ആദ്യം സൂചിപ്പിച്ച പോലെ ഗസ മുനമ്പിലേക്ക് പ്രവേശിക്കുന്ന സഹായ വിതരണ ട്രക്കുകൾ പിടിച്ചെടുക്കുക പോലെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു പ്രധാനമായും ഇക്കൂട്ടർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കുറ്റം ഹമാസിന്റെ തലയിൽ ചാർത്തി അവർക്ക് ആഗോളതലത്തിൽ ലഭിക്കുന്ന അംഗീകാരം കുറയ്ക്കുക എന്നതായിരുന്നു ഈ പ്രവർത്തികളോടെ ഇസ്രായേലും അബൂ ഷബാബും ലക്ഷ്യമിട്ടിരുന്നത്. യുഎന്നിന്റെ ഒരു ഇന്റേണൽ മെമ്മോയിൽ ഗസയിലെ സഹായ വിതരണ വാഹനങ്ങൾ കൊള്ളയടിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിരുന്നത് അബൂ ഷബാബും സംഘവുമായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. ആന്റി ടെറർ സർവീസ് എന്നറിയപ്പെട്ടിരുന്ന അബൂ ഷബാബിന്റെ സംഘം ഇക്കഴിഞ്ഞ മെയ്യിലാണ് പോപ്പുലർ ഫോഴ്സ് എന്ന പേര് സ്വീകരിക്കുന്നത്. ഒരു ക്രിമിനൽ സംഘത്തിന്റെ സ്വഭാവമുള്ള ഇസ്രായേലിന്റെ പ്രോക്സി സംഘമായിരുന്നു ഇക്കൂട്ടർ. ഹമാസിനെതിരെ പോരാടുന്ന ദേശീയവാദ ഫലസ്തീൻ ഗ്രൂപ്പായിട്ടായിരുന്നു അവർ സ്വയം അവതരിപ്പിച്ചിരുന്നത്. തെക്കൻ ഗസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘത്തിന്റെ തലപ്പത്തെത്തിയതോടെയാണ് അബൂ ഷബാബ് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. നേരത്തെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അബൂ ഷബാബ്. 2023 ഒക്ടോബർ 7-ന് പിന്നാലെയാണ് ജയിൽ ചാടുന്നത്. തുടർന്ന് ഇസ്രായേലുമായി ധാരണയിലെത്തുകയും ചെയ്തു. ഭീകരവാദ സംഘടനയായ ISIL-ലുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നയാളാണ് അബൂ ഷബാബ് എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അവരുമായി ചേർന്നാണ് ഈജിപ്തിലെ സിനായ് വഴി ഗസയിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അബൂ ഷബാബിനും സംഘത്തിനും ഫലസ്തീനികൾക്കിടയിൽ ഒരു വേരോട്ടവും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അബൂ ഷബാബ് അവകാശപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ പോപ്പുലർ ഫോഴ്സ് ഗസയുടെ തെക്ക് ഭാഗത്തുള്ള കിഴക്കൻ റഫയുടെ വലിയ ഭാഗങ്ങൾ നിയന്ത്രിച്ചിരുന്നുവെന്നും പുതിയ ഭാവി കെട്ടിപ്പടുക്കാൻ തയ്യാറാണെന്നുമായിരുന്നു. ഹമാസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഫലസ്തീനികളെ യുദ്ധത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് വേർപെടുത്തുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യമെന്നും അബൂ ഷബാബ് വാദിച്ചിരുന്നു. ഇസ്രായേലുമായി ബന്ധമില്ലെന്ന് സമർത്ഥിക്കാൻ ഇക്കൂട്ടർ പലതവണ ശ്രമിച്ചിരുന്നുവെങ്കിലും ഫലസ്തീനികൾ അത് വിശ്വസിച്ചിരുന്നില്ല. ഇക്കഴിഞ്ഞ ജൂണിൽ ഹമാസിനെ നേരിടാൻ സായുധ ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നുണ്ടെന്ന ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണവും അബൂ ഷബാബിന്റെ വാദത്തിന് തിരിച്ചടിയായിരുന്നു. യാസർ അബൂ ഷബാബിന്റെ മുതിർന്ന കമാൻഡർമാരിലൊരാളുമായി സ്കൈ ന്യൂസ് നടത്തിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ പണവും തോക്കുകളും കാറുകളും നൽകി കള്ളക്കടത്ത് നടത്താൻ ഇസ്രായേൽ സൈന്യം അവരെ സഹായിക്കുന്നുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു.